ഇവിടെ മെനഞ്ഞാന്ന് വൈകിട്ട് ഞാനും വൈഫും കുഞ്ഞൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചിറ്റപ്പൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഒറ്റ വഴിയേ ഉള്ളൂ, സിംഗിൾ വഴിയാണ്. അപ്പം ഞാൻ അറിഞ്ഞില്ല ഒരു പോലീസിനെ നമുക്ക് സിവിൽ ഡ്രസ്സിലാണ് വന്നത്. ഞാൻ അറിഞ്ഞില്ല അദ്ദേഹം പോലീസാണ്, ഒരു സാധാരണക്കാരനെപ്പോലാണ് വന്നത്. വന്ന് വണ്ടി സൈഡില്ലായിരുന്നു. അപ്പോൾ ഞാൻ അണ്ണച്ചി പുറമോട്ട് എടുക്കാൻ പറഞ്ഞു. അപ്പം നിനക്ക് എന്താ പുറമോട്ട് എടുത്താൽ കുഴപ്പമെന്നെന്താ ചോദിച്ചു. അങ്ങനെ വണ്ടി പുറമോട്ട് എടുക്കാൻ പറഞ്ഞു. നീ ആടാ നിന്റെ വെള്ളം അടിച്ചെന്ന് ചോദിച്ചിട്ട് പുള്ളി ചാടി ഇറങ്ങി. എന്നെ സോൾഡറെ എന്നാലും കുഞ്ഞും എന്റെ ഭാര്യയും വണ്ടിയിലുണ്ട്. 7 വയസ്സ്. കുറെ കിടക്കും അവള്. ഞാൻ അറിഞ്ഞിട്ട് അദ്ദേഹം പോലും പറഞ്ഞ സാറേ വിളിക്കത്തുള്ളൂ. അങ്ങനെ പിടിച്ചുള്ളായി അവരങ്ങ് പോവുകയും ചെയ്തു. രണ്ടുപേരും ഞങ്ങൾ അങ്ങോട്ട് കൂടെ പോയി. പക്ഷെ തിരിച്ച് ഒരു 7 മണിയായപ്പോൾ സ്റ്റേഷനിൽ കോൾ വന്ന് പറഞ്ഞു പരീക്ഷ എവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഇരിക്കുക. ഞാൻ പറഞ്ഞ് ഇവിടെ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ സാർ ഇപ്പോൾ വരാൻ പറ്റത്തില്ല, ഞാൻ ഒത്തിരി അടുത്തുള്ള സുഖമെല്ലാം വെക്കുകയാണ്. അങ്ങനെ ഇവരെന്നെ മൊബൈൽ ട്രേസ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി എൻ്റെ ഭാര്യയെ ഒരു ഹോട്ടലിൽ കയറ്റി ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ എത്തിയിട്ട് എൻ്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ ബാർ ജീവനക്കാരനാണ് ശില്പയിൽ. അവിടേക്ക് ഒരു പൈസ മേടിക്കാൻ വേണ്ടി പോയ സമയത്തിന് ഇവരെന്നെ ഒന്ന് പിടിച്ചു വന്നു. പിടിച്ചിട്ട് ഈ ചേട്ടന്റെ ദേഹം മൊത്തം അടിച്ച് പൊളിച്ചു വെച്ചിരിക്കുക. ചേട്ടൻ ഇരുന്നോ? ഈ ചേട്ടന്റെ കാലുകൾ നമ്മൾ കണ്ടതാണ് ആദ്യം തന്നെ. അതിക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട് കേട്ടോ. ഇരുമ്പ് വടിയോ എന്തോ കട്ടിയുള്ള സാധനം കൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലിന്റെ പാദം മൊത്തം അടിച്ചു പൊട്ടിച്ചു വെച്ചിരിക്കുക. അങ്ങനെ കാല് കയറ്റി ഇവർ കൊണ്ടുപോയി 7:30. അത് നല്ല ഇടി എനിക്ക് തന്നത്. നല്ല ഇടി. എത്ര പോലീസുകാരായിരുന്നു ഇടിച്ചത്? 4 പോലീസുകാർ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലല്ലേ? SI ഉൾപ്പെടെയാണോ? SI ഉൾപ്പെടെ. പ്രദീപ് എന്ന് പറയുന്ന SI, കൊട്ടാരക്കരയിലെ SI സംഘവും ചേർന്നാണ് ഈ പരിപാടി ചെയ്തത്. അത് ശരി. അല്ല, ഒരു പ്രൈവറ്റ് വണ്ടിയാണ്, വാഗണറാണ് തോന്നുന്നു. ചുവന്ന കളറാണ്. ഓ, കാറിനകത്ത് ചേട്ടനെ ഈ അന്നേരം കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മർദ്ദിച്ചോണ്ടിരിക്കുവല്ലേ? വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. അത് ശരി. അത് സ്റ്റേഷനിൽ ചെന്നു. സ്റ്റേഷനിൽ ചെന്നപ്പം ഞാൻ ചോദിച്ചു സാറേ എന്തിനാണ് അടിച്ചാൽ എന്തിനും വിളിച്ചാൽ വരത്തില്ലെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ ചെവിക്കലിൻ്റെ ഒരു അടി വന്നിട്ട് അപ്പം ഞാൻ വീണ പുള്ളിയുടെ ടേബിളിൻ്റെ മണ്ടയിൽ പോലീസിൻ്റെ ഓഫീസിൽ വീണ് കഴിഞ്ഞ് തന്നെ ഒരു 2 പുരുഷർ കഴുത്തിലും പിടിച്ച് 2 നടുവിലും പിടിച്ചിട്ട് ഈ കാല് അടിച്ച് 2 കാല്. ഇത് കണ്ടോ? ഈ രംഗങ്ങൾ കണ്ടോ? പ്രേക്ഷകർ കാണണം കേട്ടോ. ഇത് എന്തായുധമാണ് ചേട്ടാ ഇത് ഉപയോഗിച്ചേ? ഇലക്ട്രിക് ലാത്തി അല്ലേ? ഒയ്യോ, ഒന്ന് നീലിച്ചു പോയി കേട്ടോ. 2 കാലിന്റെ പാദവും അടിച്ചു പൊട്ടിച്ചു കേട്ടോ. ഇത് കണ്ടോ? നീലിച്ച് കിടക്കുക. ഒരു മനുഷ്യനോട് ഒരു ഇന്ത്യക്കാരനോട് കാണിക്കുന്ന പരിപാടിയാണ് പോലീസിന്റെ. അയച്ചിട്ട് ചേട്ടനെ നഗ്നനായിട്ടാണ് നിർത്തിയേ? അയ്യോ, ഇരിക്കുകയും ചെയ്യില്ല കിടക്കുകയും ചെയ്യില്ലെന്ന്. പോലീസ് സ്റ്റേഷനിൽ നഗ്നനായിട്ട് ഇത്രയും കാലം അടിച്ചു പൊട്ടിച്ചിട്ട് ഇരിക്കാനും വയ്യ കിടക്കാനും സമ്മതിച്ചില്ലല്ലേ? ഒരു 1-2 മണിക്കാണ് മെഡിക്കൽ എടുക്കാൻ കൊണ്ടിരുന്നത്. മെഡിക്കൽ എടുത്തോണ്ട് പോയിട്ട് പിന്നെ അതിന്റെ വെളിയിട്ട് തന്നെ എല്ലാം കാണുന്നവരെല്ലാം അടിക്കുമായിരുന്നു. എനിക്ക് ആരുടെ പേരൊന്നും ഇവരെല്ലാം പുതിയ ആൾക്കാരൊന്നും പോലീസുകാരെ കണ്ടാ അറിയാവോ? നമുക്ക് നേരത്തെ അറിയാം. ഈ അടിച്ച പോലീസുകാരെല്ലാം നമുക്ക് കണ്ടാ അറിയാലോ. നിങ്ങളെ യഥാർത്ഥത്തിൽ കോടതി കൊണ്ടുവന്നപ്പോ എന്താണ് അവിടെ ഉണ്ടായത്? നമുക്ക് നീതി കിട്ടുന്ന രീതിയിൽ ജഡ്ജി എന്നെ ചേമ്പറിൽ കയറ്റി ഇതെല്ലാം അത് ഞാൻ പേഴ്സണലായിട്ട് പറയുക. അത് ഞാൻ ഇവിടെ പറയില്ല, എന്നോട് പറഞ്ഞു ഇതാരും പറയല്ല. കേസ് ജഡ്ജിയായിട്ട് മുമ്പോട്ട് കൊണ്ടു എന്ന് പറഞ്ഞായിരുന്നു. 5 പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട്. കോടതിക്ക് താങ്കൾക്ക് ഏറ്റ മർദ്ദനം കോടതിക്ക് ബോധ്യമായി? നല്ലോണം ബോധ്യം. അദ്ദേഹം തന്നെ ചോദിച്ചു നീ ഒരു മനുഷ്യക്കുഞ്ഞല്ലെന്ന് ചോദിച്ചു. ഒരു ജഡ്ജി തന്നെ താങ്കളോട് ചോദിച്ചല്ലേ? കാര്യം ഈ പോലീസുകാരുടെ ഉപദ്രവം അവർക്ക് മനസ്സിലായി ഇത്രമാത്രം ക്രൂരതയാണെന്ന്. അവരിക്കാൻ പറഞ്ഞു. ചേട്ടന് മുതുകത്ത് ഒന്ന് കാണിക്കാം, ഒന്ന് ഇതൂടെ കാണിക്കണം. കാര്യം നമ്മളെ ജനങ്ങളെ താണ്ട് ഈ ഒരു കാര്യം കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ. ഇത് കണ്ടോ? ഈ അടിച്ച് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത്. ഇത് മൊത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഇതുപോലെ കുറച്ച് നാറിയ പോലീസുകാർ ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കുമെന്നുള്ള തോന്നിവാസം. പോലീസുകാർക്ക് തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാറ്റിവെച്ചാൽ അത് ആമ്പിള്ളേർക്ക് തിരിച്ചു തരും. ഈ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ കേരളത്തിലെ മനസാക്ഷിയും സമൂഹമൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഈ അടിച്ച ഓരോ അടിയും തിരിച്ചു കൊടുക്കാനുള്ളതാണ്. ഈ അടിച്ചവനെയൊക്കെ എണ്ണി ഇതിന്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇതിന്റെ വേദന മനസ്സിലാവും.